ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി നമ്മുടെ എക്സ്പ്ലോറിങ് തന്നെയാണ്. പക്ഷേ നമ്മുടെ അപ്ഗ്രേഡുകൾ നമ്മുടെ ബേസിന് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. നമ്മുടെ ബാക്കിൽ കാണുന്നത് അതൊരു ഇതാണ്. അത് ഞാൻ ചിലപ്പോൾ ബ്ലറായിട്ടായിരിക്കും കാണിക്കണം. അപ്പോൾ അത് നിങ്ങളിപ്പോൾ നോക്കണ്ട. ഫുള്ളിന് പണിയും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ. അപ്പോൾ ഞാൻ ഫുള്ള് പണിയും കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം. ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നാലും നിങ്ങൾക്ക് ഇനിയും വീഡിയോ വരുവുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ ലൈക്ക് 5-6 ലൈക്ക് എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ലൈക്കേ പറഞ്ഞിട്ടുള്ളായിരുന്നു. നിങ്ങൾ കുറേ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്ത പാട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് നേരെ പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മെഗാ ബേസാണ് നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് കറൻ്റ് ഫുള്ള് പണിയും കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ ജോലിയാണ് ഇത് പണിത് വെച്ചാൽ. എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊന്നും. ഞാൻ 2-3 ദിവസമായിട്ട് ഈ സെർവറിൽ കയറിയിട്ടില്ല. 2 ദിവസമൊക്കെ ആയിട്ട് ഈ സെർവറിൽ കയറിയിട്ടില്ല. ഇവനൊക്കെ എന്തൊക്കെയോ പണിത് വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും പൊളിക്കേണ്ടി വരും. കൊള്ളിയല്ലേ എന്തോ പോലെ ഇരിക്കണം. ഓക്കെ, ആ സീനിൽ എന്തായാലും ഫുള്ള് ഇത് ഇത് വലിയ ബേസായിപ്പോയി. അത്രയും വേണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. നമ്മൾ വില്ലേജർ ബിൽഡറുമാണിത്. അതാണ് വില്ലേജർ ബിൽഡർ. അത് കാണിക്കുക. അതിന് മുമ്പ് ഇത് കണ്ട എത്ര വില്ലേജറുണ്ടോ നോക്കി. ഞാൻ അവിടെ അടിയിൽ നിന്ന് വന്ന് കാണിക്കാവേ, വെയിറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ വില്ലേജർ ബിൽഡർ. കണ്ട ഇവിടെ നിറച്ച് കണ്ട ഇതുണ്ടല്ലേ അയൺ ഫാം നമ്മളവിടെ പണിതിട്ടുണ്ട്. അതുമായിട്ട് ലിങ്കായി എന്നിട്ട് പിന്നെ അയൺ ഫാമിലി ഇച്ചിരി വില്ലേജേഴ്സിനെ കൊണ്ട് ബ്രീഡായത് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 2 ഫാർമർ ഉണ്ടായിരുന്നു. അതിനെ പിടിക്കാൻ പറ്റ പാട് ഇതിൻ്റെ അകത്തൊരു 2 ഫാർമർ അങ്ങോട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. മാറ കുച്ചേർക്ക ഇവൻ്റെ കാര്യം. ഈ ഡയമണ്ട് ഇവിടെ നിന്ന് കിട്ടിയെന്നാണ് ഗൈസ്. എടാ നീ മാറ. ഇത് എങ്ങോട്ട് വന്നി. ഇവനെ അടിച്ചു കൊല്ലേണ്ടി വരും. ഓറ പോ. ഇവൻ പുറത്തെങ്ങാനും പോയ പണിയാവും. ഓക്കെ, നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം. പിന്നെ വിജയപീട്ടർ കാണിച്ചല്ലേ. പിന്നെ നമ്മൾ നേരെ ഇവിടെ ഇച്ചിരി പാമ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് അറിയാൻ വേണ്ടിയാണ്. അവിടെ ഒരു ക്രീപ്പർ വന്ന് പൊട്ടി. അതൊക്കെ ഫില്ലാക്കണം. അത് വലിയ ചടങ്ങാണ്. ഓക്കെ, പിന്നെ നമ്മുടെ അതേ ഇങ്ങനെ നേരെ പോകുമ്പോൾ ഇവിടെ ഒരു വലിയ സ്പേസ്. ഇവിടെയാണ് ആദ്യം അയൺ ഫാം പണിയായിരുന്നത്. ഇവിടെ പണിതായിരുന്നു. പിന്നെ ലിങ്കായിപ്പോയി. പകുതി ഇച്ചിരി പണിതപ്പോഴും കണ്ട ഇവിടെ ക്രീപ്പർ പൊട്ടി. ഇച്ചിരി പണിതപ്പോഴേക്കും ലിങ്കായിപ്പോയി. പിന്നെ പണി പാളി. പിന്നെ ആ വില്ലേജർ ഉണ്ടായിരുന്നതുകൊണ്ട് നന്നായി. ഇവിടെ അയങ്കോളെണ്ണം പണിയെടുക്കണുണ്ട്. ഓക്കെ, നമ്മളെ ഇവിടെ അയങ്കോളം സ്പോണാകേണ്ടതാണ്. അവൻ വരാത്ത എന്നാന്ന് എനിക്കറിഞ്ഞുകൂടാ. അച്ഛാനേ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരും ഗസ്പാ. കേട്ടോ, ഇറങ്ങ്. ഞാൻ ഇവിടെ ഇറങ്ങ. ഇറങ്ങ്. എടാ ഇവനെന്നെ ഇറങ്ങാത്ത. നിക്ക്. ഞാൻ എന്നാ ഇംഗ്ലീഷ് ബ്ലോക്കില്ല. എന്നിട്ട് വാടാ. അയ്യോ, എന്നെ അടിച്ച് കൊല്ലും കേസ് മിക്കവാറും. നമുക്ക് ചത്താലും കുഴപ്പമില്ല. ലൂട്ട് അവിടെ വരും. അത്രേ ഉള്ളൂ. ഈ സീൻ്റെ അകത്ത് അയ്യണ്ണൊക്കെ. അയ്യോ ലാവ. ആ ഹാട്ടിൽ നിൽക്കണം. അവൻ വന്ന് അടിച്ചാൽ മതി. ഞാൻ ചാവും. എൻ്റെ ഡയമണ്ട് പോയേ. അയ്യോ, സീനില്ല. അവനെ നമുക്ക് തള്ളിയിടാം ഗീസ്. പുറകിൽ പോയിട്ട് അവൻ അവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ നമുക്ക് തള്ളിയിടാം. അല്ലെങ്കിൽ നമുക്ക് നടക്കില്ല ഗീസ്. നമുക്ക് നേരെ ഈ കുഴി അടക്കണം ഗീസ്. അല്ലെങ്കിൽ നമ്മൾ നേരെ വന്ന് ഇതിൻ്റെ അകത്ത് വീണിട്ട് പിന്നെ പെട്ടുപോകും. അതിന് മുമ്പ് നമുക്ക് തിരിച്ച് കയറാനുള്ള ബ്ലോക്ക് എടുക്കണം. ഇവിടെ വെച്ചിട്ട് ബ്ലോക്ക് കിടപ്പുണ്ട്. 14 വേണ്ടായിരുന്നു. എങ്കിലും ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ബാക്കിയുള്ള നമുക്ക് ഇവിടെ വെക്കാം. നമ്മുടെ ഇവിടുത്തെ ഹോപ്പർ നിറഞ്ഞു. ഹോപ്പറിൽ അതാണ് നമ്മളെ ലൂട്ട്. എടുക്കാം. ഓക്കെ,
അവനെ നമുക്ക് തള്ളിയിടുകയും ചെയ്യാം. അവനെന്നാ ഇത് നമുക്ക് അങ്ങോട്ട് അയ്യോ ഞാനും കൂടി പോയേനെ ഗൈസ്. ഓക്കെ പൊട്ടി നമ്മുടെ ഇതിൻ്റെ അകത്ത് അയണൊക്കെ കാണിച്ചു തരാവേ. ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഒരു ഡയമണ്ടും വെച്ചേക്കാം നമുക്കിപ്പോൾ. 12 അയൺ 3 അയൺ ഇതൊക്കെ മുകളിൽ നമുക്ക് എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ടുവെക്കാം. ഇതിൻ്റെ അകത്ത് അയണ ഞാൻ ഫുള്ളും കാണിക്കാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്തുള്ള അയണൊക്കെ ആണെങ്കിൽ എടുത്തോട്ടെ. 24 അയൺ ടോട്ടലി കിട്ടി നമുക്ക്. ഇവിടെ AFK എന്നാൽ കുറേ കിട്ടും. 64 സ്റ്റാക്ക് എങ്ങാണ്ടുണ്ട്. ഒരു സ്റ്റാക്ക് 29. ഒരു സ്റ്റാക്ക് എടാ ഇവന്മാരൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. അയ്യോ എന്നെ തെറിപ്പിച്ച് കളയും കേസ് ഇവന്മാർ. ഇങ്ങോട്ട് വാ. എനിക്കിങ്ങനെ നിങ്ങളിങ്ങോട്ട് വന്നാൽ മിഠായി മേടിച്ച് തരാം. ഇങ്ങോട്ട് വാ കായംകുളം. ഇങ്ങോട്ട് വാടാ. ഈയിടെ ഇവന്മാരെന്നാ വരാത്ത ഇങ്ങോട്ട്? ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഏടാ വാടാ. ഇവന്മാരെന്നെ വീഴാത്ത ഇതിൻ്റെ അകത്ത് അത് ബഗ് വല്ലതും ആണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇറങ്ങടാ ഇങ്ങോട്ട് വാടാ. എടുത്തോട്ട് വരാം. ഇങ്ങോട്ട് വാ. അതെ ഒരുത്ത ഇറങ്ങി. അത് മതി. ഒരുത്തനെ നമ്മൾ ഇറക്കിയിരിക്കുന്നു ഫൈനലി. നമ്മുടെ ഡയമണ്ട് എന്തായാലും കരിഞ്ഞൊന്നും പോയല്ലേ, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഡയമണ്ട് എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് കയറണം കേസ്, അതായത് നടക്കുള്ളൂ. ഇവരയംകുളം അവിടെ ഇപ്പോൾ നമുക്ക് അവനെ അടിച്ചിടാൻ നോക്കാം. അങ്ങോട്ട് പോടാ. ഇവിടെ ഇവനെ അടിച്ച് പറത്തി കളഞ്ഞ. അയ്യോ ലെവലിൽ നിൽക്കണേ. ഏറ്റവും വാട ഇറങ്ങടാ. അയ്യോ നീ പോടാ. കരിയടാ. എങ്ങോട്ട് പോട്ടെ, അവൻ ഇങ്ങോട്ട് വരികയല്ലേ ഈസോ. ഓക്കെ സമാധാനം. ചാവള നീ ചത്തു പോടാ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഹോപ്പറിൽ ഇച്ചിരി അത് തന്നെ പോടാ. അങ്ങോട്ട് പോ. ഇവന്മാർ ചാവും കേസ്. അയൺ കളക്റ്റ് ആയല്ലോ ചിലതൊക്കെ. ഇല്ലയോ ചാടിയൊന്നും പോവല്ലേ. അയണങ്ങനെ പോയാൽ തീർന്നു കേസ്. എൻ്റെ ഡയമണ്ട് എവിടെ? ചത്ത് കേസ്. ഓക്കെ എല്ലാ അയണും അതിൻ്റെ അകത്തുണ്ടാവും. നമുക്കെന്തായാലും പോവാം. നമുക്ക് ഇച്ചിരി ഡയറക്റ്റ് അവിടെ നിന്ന് ഇച്ചിരി മൈൻഡ് ചെയ്ത്, ഈ സൈഡിൽ നിന്ന് ഇച്ചിരി മൈൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. 1 2 3 4 ഫുള്ള് മൈൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ നമ്മുടെ സെർവറിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് പോയി കിടക്കാം, അല്ലെങ്കിൽ ഇവിടെ വലിയൊരു പൊട്ടിത്തെറി നടത്തും, നമ്മൾ ചാവുന്നതാണ്. നമ്മളെ ആ ബെഡ് കാണാനില്ല. ഞാൻ അകത്തൊന്നും കയറിയില്ല, അകത്ത് കയറണം കേസ്. ഇനി നമുക്ക് ഡയമണ്ടൊക്കെ പോയി എടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കിടന്നിട്ട് നമുക്കൊന്ന് അകത്ത് കയറിയിട്ട് വരാം. ഓക്കെ കിടന്നേ. ആര് പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു ഈ വില്ലേജർ. എന്തോ ആരോ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അല്ല വില്ലേജർ അല്ല അതൊക്കെ. ഇവിടുത്തെ പൊട്ടിച്ചയച്ച് ഞാൻ മണ്ടത്തരം കാണിച്ചു. പന്നി. പിന്നെ നമുക്ക് നമ്മുടെ ബ്ലോക്ക് കൊണ്ട് വെക്കാം കേസ്. എന്നിട്ട് നമ്മുടെ ഡയമണ്ടൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ ചെസ്റ്റിൽ നമ്മുടെ വാല്യബിൾ ആയിട്ടുള്ള ഐറ്റംസ് നമ്മളെ ഒരു ചെസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ കേസ് നമ്മൾ ഫുൾ അയൺ ആർമറായി ഞാനും ജോയലും. അപ്പോൾ അതിനൊരു സന്തോഷ വാർത്തയുണ്ട്. പിന്നെ കുറേ അപ്ഗ്രേഡ് ഓഫ് ക്യാമറയിൽ ഞാൻ കുറേ അപ്ഗ്രേഡുകൾ നടത്തി. എല്ലാം നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓരോ ദിവസം വെച്ചാണ് യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫുള്ളും ചെയ്യല നമ്മൾ. ആ ദിവസം
ആ ദിവസം തന്നെ നമ്മൾ ഫുള്ളും ചെയ്യല. ഡയമണ്ടൊക്കെ എന്ത്? ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറേ ആംഗിളും വീഴണില്ല. ഞാൻ ഇങ്ങനെ നിൽക്കണോണ്ടാണെന്ന് അറിഞ്ഞൂടാ. 42 അയണും 2 ഡയമണ്ടും. ഈ പോപ്പിയൊക്കെ എടുത്ത് കളയണം ഗൈസ്. ഇതിൻ്റെ അകത്ത് ഫുള്ള് അയൺ ഇങ്ങനെ മറ്റേ കുറേ ആയി കിടക്കില്ല ഗൈസ്. അതുപോലെ നമ്മൾ കാണണം. അപ്പോൾ ഒരു സന്തോഷമാണ് ഗൈസ്. ഇറങ്ങിയിട്ട് ഇറങ്ങടാ ഇങ്ങോട്ട്. അയൺ ഗോളമേ, ഇറങ്ങ്. ചിലപ്പോഴൊക്കെ ഇറങ്ങുള്ളൂ. ഇങ്ങോട്ട് വാ, ഇറങ്ങ്. താഴത്ത് വീഴടാ. എന്ത് വാടാ അയങ്കോളം. ഇങ്ങോട്ട് വാ. നിന്നെ അടിച്ച് ഞാൻ കൊല്ലുമല്ലോ. ഇങ്ങോട്ട് വാ. അയ്യോ, പെട്ടെന്ന് പോട്ടെ. എൻ്റെ ഡയറക്റ്റ് പോയി കാണുക. ഡയറക്റ്റ് എങ്ങനെ ഡീസ്പോണായി പോയ അയങ്കോളത്തിനൊക്കെ ഞാൻ കൊല്ലു ഒറ്റയടി. അയ്യോ കൊല്ലേ. മോളിൽ നിന്ന് താഴത്ത് ഇറങ്ങി. അല്ലെങ്കിൽ നമുക്ക് അവന് കൊടുക്കാമായിരുന്നു. എൻ്റെ ഡയറക്റ്റ് കിട്ടി. നമുക്ക് അവിടെ ഒന്ന് ഫില്ലാക്കിയിട്ടേ അവനൊന്ന് കൊല്ലാം. ഇപ്പോൾ ഇവൻ്റെ പരിപാടി നമുക്ക് തീർത്തേക്കാം. നമ്മുടെ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ചാനലിന് 72 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട് ഗൈസ്. ഞാൻ അത്രയൊന്നും ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ 73 സബ്സ്ക്രൈബേഴ്സ് ആയത്. ഒരാൾ അൺസബ്സ്ക്രൈബ് ചെയ്ത്. എങ്കിലും കുഴപ്പമില്ല, 72 മതി. പിന്നെ 70 ആയി. പിന്നെ 2 സബ്സ്ക്രൈബേഴ്സ് ആരോ ചെയ്തു ഗൈസ്. എന്തായാലും എനിക്ക് സന്തോഷമായി. 70 അല്ല 72 എത്തിയല്ലോ. അത് വലിയ ഇതാണ്. നിങ്ങൾ മാക്സിമം ഒരു 100 അടിക്കാൻ നോക്കുക. 100 നമുക്ക് ഹിറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിഗ് സർപ്രൈസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. 100 നിങ്ങൾ മാക്സിമം ഒന്ന് സെറ്റാക്കുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്ബടിച്ച് പവറാക്കുക. നമ്മുടെ മെഗാബേസ് എന്തായാലും വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോല എന്നെ വിളിക്കാതെ ചെയ്ത കേസ്. ഓക്കെ, എന്തായാലും അവൻ ചെയ്തല്ലോ, അത് മതി. ഓക്കെ, ഇവിടെ ഫുള്ളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഇനി നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം. ഡയറക്റ്റ് സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിന് ഡയറക്റ്റ് ഇത് ഹോപ്പർ ഫുള്ളാണ്. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അയൺ കയറില്ല. ഈ ഉള്ള സംഭവങ്ങൾ മുഴുവൻ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ പണിയാവും. ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. പോപ്പി കുറേ നിറയാനുണ്ട്. അത് സീനില്ല. നമുക്ക് എന്തായാലും അയൺ നമുക്കെല്ലാം കൊണ്ട് വേസ്റ്റിൽ കളയാം, വെള്ളത്തിൽ കളയാം. എന്തായാലും നമുക്ക് വേറെ വേസ്റ്റിൻ്റെ ഒരു സംഭവം സെറ്റാക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് അതിൽ കുറേ വേസ്റ്റൊക്കെ ഇടണം. അതാകുമ്പോൾ ഡീസ്പോണായി പൊക്കോളുക വേസ്റ്റൊക്കെ. ഒരു കുഴി സെറ്റ് ചെയ്യട്ടെ, അതിലിടാം.
നമ്മൾ എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ അയങ്കോളത്തിനെ അങ്ങോട്ട് വീഴണം ഗൈസ്. അവൻ വീഴണില്ല കണ്ട, ഇതിങ്ങനെ ട്രിപ്പ് മൂടാണ് ആള് കണ്ട. ആ ദേവന് 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 വാ 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 വാ. ഏടാ ഇവൻ ഓടി വന്നിട്ട് ഇപ്പം പയ്യവന്നെ വന്നാൽ എന്നെ പിടിക്കാം, ഇല്ലെങ്കിൽ പിടിക്കാൻ പറ്റില്ല. എന്നാൽ എന്നെ അടിച്ചിട്ട് എനിക്ക് പോവാം. പാ പയങ്കോളമേ ഇങ്ങോട്ട് വാ 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 വാ. അങ്ങനെ അങ്ങനെ തന്നെ. അയ്യോ ലാവൽ മുട്ടല്ലേ, ചത്തു പോകാൻ. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാടാ പയങ്കോളമേ. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ അടിച്ചാലും കുഴപ്പമില്ലടാ. അയ്യോ ഓ വെള്ളം ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ ഹോപ്പറൊന്നും കത്തിപ്പോയിരുന്നു. അയ്യോ എടാ അയങ്കോളം ഇങ്ങോട്ട് വാള. എനിക്ക് എന്നാ തൊടാൻ പറ്റുവാടാ, ഇറങ്ങണ കാര്യം ഉണ്ടെങ്കിൽ. അയങ്കോളമേ താഴത്തിറങ്ങി. ഓ ലാവ 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 ലാ. ഓ ഒന്ന് മുട്ടിയാ മതി, ഞാൻ ചാവും. ഇങ്ങോട്ട് പോകണം. ഓക്കെ ഞാൻ ചാവുകയാണ്. നമുക്കൊന്നുകൂടി പോവാം. നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലോറിങ് നിങ്ങളെ കാണിക്കാതൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മൾ ഫുള്ളും കാണിച്ചിട്ടുണ്ട്. നമ്മൾ മെഗാവിസിൻ്റെ അകത്ത് കയറാതെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈവനെയും കൂടി അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കയറാൻ പറ്റും ഗൈസ്. എടാ 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 അയ്യോ താഴെ പോടാ താഴെ പോടാ താഴെ പോടാ. എടാ ഇവൻ താഴെ പോണില്ല. അയ്യോ ഇവനെ താഴെ പോവാതെ അടിച്ചിട്ടും. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. അത് തന്നെ അത് തന്നെ. വാ 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 വാ. ആ മെഗാവേസിൻ്റെ അകത്ത് കയറാൻ കേസ് നമുക്ക്. നമ്മുടെ മെഗാവേസ് എന്ന് പറഞ്ഞാൽ ഇവൻ വലിയതായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പണി ഫുള്ളും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ പറയാണ് എല്ലാവരും ഇത് പൊട്ട ഇടണമെന്നും പറയല്ലോ ഗൈസ്. ഇതിൻ്റെ പണി പകുതി പോലും കഴിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഈ ഗ്ലാസ് വെച്ചതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കണ്ട ഒരു ഇത് വേറെ ലുക്ക് ഗൈസ്. അധികം ഗ്ലാസ് വേണ്ട. പിന്നെ ഒരു ട്രാപ്പ് ഡോറൊക്കെ എന്തിനാന്ന് വെച്ചാൽ ചുമ്മാ വെച്ചാണ്. അത് കൊള്ളാം വെയിറ്റ് ചെയ്യും. ഇവിടെ ഓപ്പൺ ആക്കാം. ഓ അത് സീൻ. അവിടെയും കൂടി ഒരെണ്ണം വെക്കണ്ടായിരുന്നു സൈഡിലും കൂടി. ഇവിടെ നമ്മളെ ആർമർ സ്റ്റാൻഡാണ്. ഫുൾ അയൺ ആർമർ വിത്ത് ഷീൽഡ്. അവിടെ 2 ഷീൽഡ്. ഇവൻ്റെ ഷീൽഡ് മാത്രമേ എന്തോ ഒരു വില്ലേജർ ഔട്ട് പോസ്റ്റിൻ്റെ സംഭവം. ഷീപ്പിനെ ഫുള്ളും വെട്ടിക്കൊന്ന് ഇവിടെ ബെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ബെഡ് എവിടെയാണോ? ഓക്കെ ഇതിൻ്റെ അകത്ത് 17 അയൺ. ഇതിൻ്റെ അകത്തൊരു സംഭവങ്ങൾ ആവശ്യമില്ല. ഓക്കെ നമ്മുടെ അയണ്ണൊന്നൊരു ക്ഷാമം എങ്കുവാണെങ്കിൽ ഒരു ചക്ക ഫ്രീ ആയിട്ട് തന്നേക്കാം. ചുമ്മാ പറഞ്ഞാൽ ഈ അയൺകോൾ സ്പോണാൻ അത്യാവശ്യം പാടുണ്ട്. പിന്നെ നമ്മുടെ അകത്ത് കാർപ്പറ്റ് ഇടണമെന്നൊക്കെ ഉണ്ട്. കാർപ്പറ്റൊക്കെ ഇടാം നമുക്ക് സെറ്റാക്കാം എന്തായാലും. ആ വീട് നമുക്ക് ഈ വീടെങ്കിലും ഒരു സെറ്റപ്പാക്കി എടുക്കണം. മറ്റേ വീട് കുഴപ്പമില്ലായിരുന്നെങ്കിലും ഇച്ചിരി സിമ്പിളല്ല ഇച്ചിരി ഹാർഡാക്കി എടുക്കണം. ഗ്ലോ സ്റ്റോണ് അങ്ങനെ കുറേ ഇന്നലെ വരെ ഇത് നല്ല രീതിക്കായിരുന്നു കിടക്കുന്നത്. ഇന്ന് നമ്മൾ തൊട്ട് മെഗാവേസിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അതെന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കുറേ പൂച്ചകളൊക്കെ സ്പോണാവുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് കിടക്കാം ഇവിടെ. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. രാവിലെ നമ്മുടെ സർവർ ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. കുറേ നേരം കളിച്ച് നോക്കട്ടെ. ഓക്കെ 2 പേരുണ്ട്. ഓക്കെ
നമ്മുടെ 2 പേരുണ്ട് സെർവറിൽ. നമുക്ക് നേരെ പോവുക. എൻ്റെ പുറകെ ഞാൻ വേറൊരു സംഭവം വെച്ച് കാണിച്ചു തരാം. കണ്ട ഈ സംഭവം സെറ്റപ്പ് അല്ലേ ഇത്? അപ്പോൾ നമ്മളെ ഇതൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് പാലം. ഇതിൻ്റെ ഈ കോബിൾ സ്റ്റോണൊക്കെ ഇട്ട ഞാനാണ് ബാക്കി സെറ്റപ്പൊക്കെ ചെയ്ത ജോലിയാണ്. നമ്മുടെ എല്ലാ പണിയും നമ്മൾ ഷെയർ വെച്ച് ചെയ്താണ് ഉണ്ടാക്കുന്നത്. കേട്ടോ ഇതൊക്കെ ഇവിടെ ട്രൈഡൻ്റ് ഓടിക്കോ. ട്രൈഡൻ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഹെൽത്ത് പോയതാ, തീർന്നതാ. കൊച്ചിറക്ക. അയ്യോ, ഞാൻ ചുമ്മാ ഒരു ആവേശത്തിനടിച്ചതാണ് ഗീസ്. എന്തായാലും അങ്ങോട്ട് പോവാം. ഇപ്പം എൻ്റെ വട്ടാണ് ഗീസ്. ഇവൻ കയറിയൊക്കെ വരും. നമുക്ക് അടച്ചിട്ടിട്ട് നമ്മുടെ എല്ലാം നമ്മൾ കാണിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഇവിടെ ഷീപ്പൊക്കെ ഉണ്ടല്ലേ. നമ്മൾ ഈ ഫാമിൽ വന്ന് പുല്ലൊക്കെ ഉള്ള തിന്നിട്ട് പോവാം. നിക്കളാ പോവാ അങ്ങോട്ട് ഫാം. പിന്നെ ഇത് ചെയ്ത് വെച്ചേക്കാണല്ലേ ഈ സ്ഥലം, ഷവല വെച്ചൊക്കെ ചെയ്ത് വെച്ചേക്കാം. ഈ സ്ഥലമൊക്കെ വന്ന് തിന്നൂടാ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. എത്ര ഷീപ്പാണ് ഇവിടെ സ്പോണാണെന്നറിയാം. നമ്മുടെ ഐലൻഡ് ഇച്ചിരി കൂടി വലുതായ പോലെ തോന്നണുണ്ട്, പക്ഷെ അത് ഇച്ചിരി ക്ലീൻ ആയതുകൊണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഇച്ചിരി ബോണ് കിട്ടണമെങ്കിൽ ഈ സാപ്ലിംഗ് ഒക്കെ വലുതാക്കണം. ഇത് 2-3 ദിവസമായി ഇങ്ങനെ കിടക്കണം. നമ്മുടെ വില്ലേജേഴ്സിനൊക്കെ കണ്ടോ ഗീസ്? കുറേ ഫാർമേഴ്സൊക്കെ ഉണ്ട് ഗീസ്. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ ബേസ് പോയി നമുക്ക് കാണാം ഗീസ്. ഞാൻ അന്ന് അവൻ്റെ മെഗാ ബേസ് പണി തുടങ്ങി കഴിയാറായെന്നൊക്കെ പറയാനുണ്ടായിരുന്നു. നമുക്ക് അവർക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഗൈസ് നമ്മൾ നമ്മുടെ നെതർ പോർട്ടലിൽ കയറി. ഇവിടെ കുറേ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവന്മാർ. എങ്ങനെയാണ് ഗൈസ് ഇവിടുത്തെ ഒരു കുതിരയൊക്കെ ഒന്നാമത്തെ സ്ഥലമില്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് കുതിരേനെ കൊണ്ട് വെച്ചേക്കുന്നു. ഇങ്ങനെ ആയിട്ട് ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ എങ്ങാണ്ട് പോകാം. അപ്പുറത്തൊക്കെ എന്തോ ഇതൊക്കെ ഹൈഡാക്കിയിട്ടൊക്കെ മാതിരി. ഓക്കെ ഗൈസ്, നമ്മൾ ഈ വീടാണ്. അല്ല, ഈ വീടല്ല, ഈ വീട് വേറെ ആരുടെ എങ്ങാണ്ടാണ്. ഏത് വീടാണ്? മെഗാബേസ് എന്ന് പറഞ്ഞ് ഇവിടെ എങ്ങാണ്ടാണെന്ന് തോന്നണേ. ഞാൻ ഇങ്ങോട്ട് കുറേ ആളായിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണിച്ചല്ലേ അന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ. ഇവിടുത്തെ എന്തോ പരിപാടിയൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് നമ്മൾ മെഗാബേസ് ഒന്നാര് പറഞ്ഞ അറിഞ്ഞുകൂടാ കേട്ടോ. അത് നമുക്ക് നോക്കേണ്ടി വരും, തപ്പേണ്ടി വരും മുഴുവൻ. മാരി ഇച്ചിരി ദൂരെ ആയിരിക്കും പണിയാണ്. കേവിൻ്റെ അതാണ് ഗൈസ്. ആണോ അല്ലെന്ന് തോന്നുന്നു. നോക്കാം ഗൈസ്. ഇവിടെയൊക്കെ എന്തോ സംഭവങ്ങൾ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണെന്ന് അത് മൈനിങ് ഏരിയ ആയിരിക്കും. മെഗാബേസ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്തോ അവിടെ കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഷെയ്ഡ് ഇടാത്ത തന്നെയായിരുന്നു നല്ലേ. അതെന്തോ ഈടാ കിടിലൻ ഇവിടെ സെറ്റപ്പ്. ഇങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ലോ, ഉറപ്പാണ്. ഇത് കിടിലൻ ഡിസൈൻ. ഇങ്ങനെയൊക്കെ പണിയണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര പാടാണിത്. നമുക്ക് മേലാണെങ്കിൽ ഇത്രയും പണിയൊന്നും ചെയ്യാൻ പറ്റിയല്ല. അതാണ് പാട്. ഇതൊക്കെ ഇവിടെ പണി കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ബേസ് പോലെ തന്നെയാണ്. അകത്ത് ഫർണിച്ചർ, ഇൻറ്റീരിയർ വർക്ക്സ് അങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ഇതേളെന്ന് തോന്നണ്. മറ്റേ ഡ്രാക്കുളൊക്കെ ഉണ്ടായില്ലേ മറ്റേ അതൊക്കെ പോലെ ഇരിക്കുകയാണ്. അതൊന്നും വന്നിട്ട് വില്ലേജർ ബീഡോ. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം, ജസ്റ്റ് എക്സ്പ്ലോർ. ഇപ്പം വീഴുന്നതെങ്കിൽ ഞാൻ കയറാം. പണിയായ നൈസ്. ഇവിടെ റെയിലൊക്കെ വെച്ച് എന്തോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ റെയിലൊന്നും ഇല്ല. റെയിൽ വെക്കാത്തതാണ്. ഹലോ വില്ലേജേഴ്സ്. എല്ലാത്തിൻ്റെ നില ഉറപ്പിക്കേണ്ടത്. ഇതൊരു ട്രേഡിങ് ഹാള്
പണിയണമെന്നൊക്കെ ഉണ്ട്. ഇത് അടുത്ത വില്ലേജേഴ്സ് ട്രേഡിങ് ഹാള് പണിയണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങളുടെ ബീസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്പോണിൻ്റെ അടുത്താണ് ഗൈസ്. എനിക്ക് ഫുഡില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് അവിടം വരെ ഇനി വലിഞ്ഞു നടക്കേണ്ടി വരും. ഇവിടെ ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഈ വീട് കിഡിലും വീടല്ലേ ഗൈസ്. ഔട്ട് ഓഫ് എവിടെയാണ് ഗൈസ് ഞാൻ ഗുണാക്കിയ പെട്ട് ഗൈസ്. ചത്ത്. ഭാഗ്യത്തിന് എൻ്റെ ലൂട്ടൊന്നും ഇല്ലായിരുന്നു. ദെൻ നമ്മളിവിടെ തന്നെ സ്പോണായി. നമ്മളെ ബേസൊക്കെ കണ്ടല്ലോ എന്തായാലും. അപ്പോൾ അത് മതി. ഓക്കെ, പിന്നെ ചില സംഭവങ്ങളൊക്കെ ചെയ്യേണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പയ്യെ പരിചയപ്പെട്ട് തരാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ പണി, അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഫുൾ പണിയും കംപ്ലീറ്റ് ആക്കിയിട്ടായിരിക്കും കാണിക്കണമെന്ന്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഇതായിട്ടായിരിക്കും പണിയണം. എന്ന് വെച്ചാൽ നമുക്ക് അധികം അറിഞ്ഞുകൂടാ, കുറേ നാൾ ഭയങ്കരമായിട്ട് കളിച്ചിട്ടില്ലല്ലോ. അപ്പം നമുക്ക് പയ്യെ ആയിരിക്കും പണിയണം. ഓർമ്മ വരുന്ന രീതിയിൽ നമ്മൾ വില്ലേജർ ബിൽഡർ അങ്ങനെ പയ്യെ പണിതണ്ടിരിക്കും. അപ്പം അതുപോലെ ആയിരിക്കും വീട്. ഇതിൻ്റെ ഡിസൈൻ നമ്മളിപ്പോൾ ചെറുതായിട്ട് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇപ്പോൾ വലിയ ലുക്കൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ സെറ്റാക്കും ഫുള്ളും. ഇതൊരു എന്തായാലും നമ്മൾ ഈ പൊട്ട ലുക്ക് മാറ്റും ഗൈസ്. ഇത് കമ്മിങ് സൂണാണ് ഈ മെഗാ ബേസ്. നമ്മുടെ ഇവിടത്തേക്ക് ബാമ്പ് പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. നല്ല വലിപ്പമുണ്ട് ഈ വീടിന്. മിക്കവാറും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും ഈ ഐലൻഡ്. എന്നാലേ നമുക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. ഇച്ചിരി കൂടി ചിലപ്പോൾ വലിപ്പം വരും. ഇവിടുത്തെ ഇച്ചിരിയും കൂടി വലിയ ബേസ് നമ്മൾ പണിയും ഗൈസ്, ഉറപ്പാണ്. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. നല്ല വലുതായിരിക്കും ഗൈസ്. നമ്മുടെ സെക്കൻഡ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി എല്ലാവരും. അതിലെ വീടാണ് വീട്. അതിലാണ് നമ്മൾ പണിതയിൽ വെച്ച് ഏറ്റവും വലിയ വീട്. പക്ഷേ അത് റിസ്ക് എടുത്താണ്. 5 ദിവസം അങ്ങനെ എടുത്ത്, 5 ദിവസം കുറച്ച് ദിവസമാണ്. ഇത് നമ്മൾ എന്തായാലും അത്യാവശ്യം നേരെ എടുത്ത് പണിയും ഗൈസ്. നമ്മൾ കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്യണില്ല. കാരണം ജോലി ഞാൻ ഇപ്പോൾ വിളിച്ചായിരുന്നു, അപ്പോൾ അവന് എടുത്തില്ല, ബിസിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കാൻ ഗൈസ്. പക്ഷേ എനിക്ക് ഒറ്റ ഫോണുകളുണ്ട്. ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളെ കോള് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ടും നമ്മുടെ കോള് വിളിച്ച് സംസാരിക്കേണ്ട ആളുടെ സൗണ്ട് കിട്ടിയില്ല. ഞാൻ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങനെ സംസാരിക്കാത്തത്. യെസ്, തള്ളിയിട്ടിരിക്കുന്നു ഗൈസ് അവനെ. പാവം തന്നെയാണ്. ഇത് ബഗ്ഗാണ് കേട്ടോ. ഇത് എന്തുവാണ്, നീ പൊളിക്കുവാടാ ഇവിടെയൊക്കെ. കൊത്ര അത്രേ ഉള്ളൂ ഗൈസ്. അയണെടുക്കാം. ടോട്ടൽ 5 അയണായി. നമ്മളെ പോപ്പിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. എല്ലാം നമ്മൾ സെറ്റാക്കിയിരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ അയൺ കൊണ്ട് ഇവിടെ വെക്കട്ടെ. പറ്റി ഓക്കെ, 47 അയണങ്ങാണ്ടായി. മഴ ചത്ത് കേസ്. നമുക്ക് അവിടെ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ ക്രീപ്പറൊക്കെ പോയിട്ട് ചാവും കേസ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അവിടെ അല്ലെങ്കിൽ ക്രീപ്പറൊക്കെ വരും മിക്കവാറും. എന്തായാലും നമ്മൾ ഐലൻഡിൽ അധികം ക്രീപ്പർ സ്പോണിങ് ഇല്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ക്രീപ്പർ നല്ല രീതിക്ക് സ്പോണാവും. ചില സമയത്ത് മാത്രം, ഇപ്പോഴും അല്ല, ചില സമയത്ത്. ഇവിടെ ആരാണിയാണ് ചെയ്തു വെച്ചതെന്ന് അറിഞ്ഞൂടാ. ചാടാൻ പറ്റുമോ? ചാടി കഴിഞ്ഞാൽ നോക്കട്ടെ, കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റൂലേ? ഇല്ല. ഞങ്ങളുടെ ഈ ഓക്സ് ആപ്ലിങ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞൂടെ. ഇതൊക്കെ ജോലി കുറേ ഗ്രൈൻഡിങ് വരുത്തി. അതൊക്കെ ഉണ്ടോ? അവിടെയൊക്കെ മലയുണ്ട് കേട്ടോ. സീനല്ലേ ഇവിടെ നോക്കുമ്പോൾ. നമുക്ക് ഷെയ്ഡർ ഇടാൻ പറ്റാത്ത എന്നാന്ന് വെച്ചാൽ ഷെയ്ഡർ ഇടാൻ എനിക്ക് പറ്റണില്ല. സർവറിൽ ഷെയ്ഡർ ഇടാൻ പറ്റിയായിരുന്നു തോന്നണം. ടെസ്റ്റർ പാക്ക് ഒരെണ്ണം കയറ്റിയായിരുന്നത് പറ്റണില്ല സർവറിയുടെ. അങ്ങനൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇടാത്ത. മഴ ഇപ്പോൾ മാറും ഗൈസ്. മഴയൊക്കെ കിടന്നുറങ്ങിയേക്കാം. നമ്മളിപ്പോൾ അവസാനിപ്പിക്കും ഗൈസ്.
എപ്പിസോഡ് കിടലായിരിക്കും. ഈ എപ്പിസോഡ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 3 ലൈക്കാണ്. 3 ലൈക്ക്, 1 ലൈക്ക് അപ്പോൾ നമ്മൾ കൂട്ടും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കണം, അതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഷീപ്പിൻ്റെ മോനെ കൊണ്ടൊക്കെ തോറ്റ് ഗൈസ്. ഇവനെ പിടിച്ച് കൂട്ടിയിടാം ഗൈസ്. 2 എണ്ണം ഉണ്ടോ? നമുക്ക് ലീഷ് ഉണ്ടാകുന്ന നോക്കാം. ലീശില്ല. നമ്മളെ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോഴല്ല ഹിറ്റായി. രണ്ടാമത്തെ നമ്മളൊരു ഷോർട്സ് ഇട്ട്, അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സബ് കൂടിയത്. ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ സബ് കൂടി കിടക്കണം. ഞാൻ അന്തം വിട്ട് പോയി. ഞാൻ ഓർത്ത് എന്ത് പറ്റിയെന്ന് നോക്കും. ഞാനെങ്കിൽ ഫേക്ക് അക്കൗണ്ട് വേണമെങ്കിൽ സബ് ചെയ്തതാണെന്നൊക്കെ. എൻ്റെ പൊന്നെ, ഇത് മിക്കവാറും നമ്മുടെ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സഫക്കേറ്റായി കുറയണം ചാവും. നിറച്ച് ബ്രീഡായി കിടക്കുകയാണ് ഇവിടെ. നമ്മളിപ്പോൾ ഒരു ഫാമിന് പോലും എടുക്കാത്ത രീതിയിൽ. എന്തായാലും നമ്മൾ ഇനി ഫാമുകളൊക്കെ മെഗാബേസ് കഴിഞ്ഞേ പണിയുള്ളൂ. മെഗാബേസ് കഴിഞ്ഞ് നമ്മൾ പണിയ ഫാം സൂപ്പർ സ്മെൽട്ടർ പണിയും. പിന്നെ നമ്മളാ മോബ് ഫാം പണിയാൻ ചേർന്നുണ്ട്. മോബ് ഫാമിന് ഇച്ചിരി സമയം വേണം. നമ്മളെന്തായാലും മെഗാബേസ് തീരട്ടെ. അയൺ ഫാമിൻ്റെ പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മെഗാബേസും കൂടി നമ്മൾ ഇച്ചിരി ഗ്രാൻഡായിട്ടായിരിക്കും സെറ്റ് ചെയ്യണം ഗൈസ്. നമ്മുടെ തങ്കപ്പ ഹൗസിനേക്കാളും വലുതായിരിക്കും ചിലപ്പോൾ. പക്ഷേ അത്ര നിലയൊന്നും ഉണ്ടായില്ല ഗൈസ്. അതൊക്കെ ഭയങ്കര പണിയാണ്. അന്നൊക്കെ ഞാൻ കുത്തിയിരുന്ന് കളിക്കണ ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അത്ര നേരമൊന്നും കളിക്കില്ല. നമ്മൾ ഇച്ചിരി നേരമൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി. ഇവനൊക്കെ എവിടെ കയറി ഗൈസ്? പക്ഷേ എപ്പോൾ കയറി ഗൈസ്? പക്ഷേ ഇരുന്ന് ഞാൻ നമ്മുടെ 2 എണ്ണം, 1 എണ്ണമുള്ളതല്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും അവന്മാർ അത് കണ്ടായിരുന്നു ഗൈസ്. ഇതല്ല, സോറി, അത് നേരത്തെ ബഗ് സെർവറിന് പിങ്ങാ. അതേ കണ്ടോ, പിങ്ങുണ്ട് സെർവറിന്. ബഗ്ഗൊന്നുമില്ല, പിങ്ങുണ്ട് ചെറുതായിട്ട്. നമ്മൾ ഇതിൻ്റെ ഫുള്ളും പണി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഓപ്ഷൻ ഇടുക. ഇതിന് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മുടെ മെഗാബിക്സിൻ്റെ പണി ഞാൻ കംപ്ലീറ്റ് ആക്കും. അത് ഞാനൊരു ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണാൻ നോക്കുക. ഓക്കെ, അത്രയൊക്കെ പറയാനുള്ളൂ. ഫുൾ വാച്ച് ചെയ്യുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. എൻ്റെ ചാനലിലുണ്ട്, പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.